ഹലോ പ്ലസ് വൺ മക്കളെ, നിങ്ങളുടെ പ്ലസ് വൺ ക്രിസ്മസ് എക്സാം ഇതാ വരാൻ പോയി. ഇനി കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ അല്ലേ? അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ വർഷം ഒരു വലിയൊരു കോൺട്രവേഴ്സി വരെ സംഭവിച്ചു. എക്സാം ടഫായിരുന്നോ അല്ലെങ്കിൽ നല്ല വലിയൊരു പ്രശ്നം തന്നെ സംഭവിച്ചു. അത് ഈ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ സംഭവത്തിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ലാത്ത സംഭവം ഈ വർഷം നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാത്തിനും ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും ഈ ചാനലിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക. ആദ്യം തന്നെയുള്ള കാര്യം, ഇന്ന് വൈകുന്നേരം നമ്മൾ മാത്സിൻ്റെ മാരത്തോൺ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിൽ തീർക്കാൻ പറ്റാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് കമൻറ്റ് ചെയ്യുക. അതായിരിക്കും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിൽ എടുക്കാൻ പോകുന്നത്. അതുപോരാതെ ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്, ഏതൊക്കെ ദിവസം എപ്പോഴൊക്കെയാണ് ലൈവ്, നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്റിൻ്റെ ടൈം, നിങ്ങൾക്ക് എപ്പോഴാണ് ലൈവ് ഉള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ഇന്ന് സ്റ്റഡി പ്ലാനിൽ പറയും. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും, മാത്സിൻ്റെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ചാപ്റ്റേഴ്സ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി കമ്മിങ് ബാക്ക് ടു കഴിഞ്ഞ വർഷത്തെ ഇഷ്യൂ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്താണെന്ന് ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ് മക്കൾ. നിങ്ങൾക്കറിയാം, ഈ വീഡിയോൻ്റെ വ്യൂസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വർഷം ഏകദേശം എല്ലാ പ്ലസ് വൺ സ്റ്റുഡൻസും കണ്ടൊരു സംഭവമാണ് ആൻഡ് ഇതിൽ എഫക്റ്റഡ് ആയ സംഭവമാണ്. എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ വർഷം പ്ലസ് വൺ മാത്സിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയ കുട്ടിയാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾ SSLC കഴിഞ്ഞവർക്കും പ്ലസ് വണ്ണും പ്ലസ് ടു ഉള്ളവർക്കും അറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾക്കൊരു ഗ്യാരണ്ടീഡ് ഒരു 80 to 90% കിട്ടും. ഓക്കെ, കാരണം എന്താണ്, എല്ലാ വർഷവും സെയിം പാറ്റേൺ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ വർഷം സ്റ്റുഡൻസും അത് പ്രതീക്ഷിച്ചു പോയി. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നില്ല. ഓക്കെ, അതിൻ്റെ അർത്ഥം സിലബസിൻ്റെ ഔട്ടോ അങ്ങനെ എന്തെങ്കിലാണോ അല്ല, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇന്നേ വരെ ഒരിക്കലും ചോദിക്കാത്ത കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചു. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അന്തം വിട്ടു. കാരണം ആ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ഇന്നേ വരെ. അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ സിലബസ്. പുതിയ ഉണ്ടാക്കിയ നമ്പർ മാറ്റിയ ക്വസ്റ്റ്യൻസും അല്ല. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ആൾക്കാർ ഈ വീഡിയോ ഇടാൻ കാരണം, സാർ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രശ്നമാണോ പറഞ്ഞിട്ട് അല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറഞ്ഞിട്ടല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേൺ ചേഞ്ച് പെട്ടെന്ന് വന്നതിനാണ് നമ്മൾ കുറ്റം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ഇടുന്നത് ചതിയായോ അല്ല. മോഡൽ എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ കഴിഞ്ഞ വർഷം ഭയങ്കര സിമ്പിളായി. ഫൈനൽ എക്സാം എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായി കമ്പയർ ടു ക്രിസ്മസ് ആൻഡ് മോഡൽ എക്സാം. അതുകൊണ്ടാണ് നമ്മൾ ചതി എന്ന് പറഞ്ഞത്. ഓക്കെ, അല്ലാണ്ട് ക്വസ്റ്റ്യൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ എടുത്തത് ഇസ് നോട്ട് എ ചതി. അപ്പോൾ നിങ്ങൾ ഈ വർഷം ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ പബ്ലിക്കായിട്ടൊരു എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, ഓണം എക്സാം ഒരു പ്രോപ്പർ എക്സാം ആയിരുന്നില്ല ഈ പ്രാവശ്യത്തെ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതാൻ പോകുന്ന എക്സാമാണ് പ്ലസ് വണ്ണിലെ ക്രിസ്മസ് എക്സാം ഫസ്റ്റിന്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഈ മാത്സിൻ്റെ എക്സാം ഞാൻ കുറച്ചുകൂടി റെഡി ആയിരുന്നാൽ പോലെ ഇല്ല, ഫിസിക്സിലാവാം ഈ പ്രാവശ്യം ടഫ് ആവുന്നത്, ചിലപ്പം കെമിസ്ട്രിയിലാവാം, ചിലപ്പം ബയോളജിയിലാവാം, ഇംഗ്ലീഷിലാവും, ഒന്നും പറയാൻ പറ്റില്ല. ആൻഡ് എനിക്കൊരു 90% ഉറപ്പാണ് ഈ വർഷത്തെ എക്സാം നിങ്ങൾക്ക് ക്രിസ്മസിലെ ടഫാക്കുന്നത്. കാരണം ഞങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എന്താണ്, നിങ്ങൾ ഫൈനൽ എക്സാം ടഫാക്കാൻ പോവുകയാണെങ്കിൽ, ഫൈനൽ എക്സാം നിങ്ങളിതാ ഇങ്ങനെ ചതിയെന്നൊക്കെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാം മോഡൽ എക്സാം ആ പാറ്റേൺ ആക്കണം, ആ ഡിഫിക്കൽട്ടി ലെവൽ ആക്കണം എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തത്. അതന്നെ കുട്ടികളും പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം ഫൈനൽ എക്സാം എന്താണെങ്കിലും തന്നെ ടഫാക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സൂചന നമുക്കുണ്ട്. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് എക്സാം തന്നെ ടഫാക്കാൻ ചാൻസ് ഉണ്ട്. സോ ബി വെയർ. മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്ട്സും അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഓൾ സബ്ജക്ട്സ് അല്ല, ഇപ്പോൾ 1-2 സബ്ജക്ട്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അതെന്ന് വിചാരിച്ചാൽ ആരും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ അവെയർ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളെന്താണ് ചെയ്യേണ്ടത്, വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം നിങ്ങൾക്കറിയാം ഏകദേശം 80% ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 80% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ച് എക്സാം എഴുതാനുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങൾ ഇതോടെ 80% ചാപ്റ്റേഴ്സ് ഒരു നല്ലൊരു ധാരണ ഉണ്ടാവണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ മാത്സിൽ നമുക്ക് 1 മുതൽ 12 വരെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 1 മുതൽ 12 വരെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങളോട് ഇനി എക്സാമിനുള്ളൂ. ഈ എക്സാമിന് തലേന്ന് നിങ്ങൾ ഉടായിപ്പായിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ച് ക്രിസ്മസ് എക്സാമിന് മാർക്ക് മേടിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം എക്സാമിൻ്റെ തലേന്ന് 10 ദിവസം മാത്രം പഠിച്ച് വേഗം ഒന്ന് പാസ്സാവുന്നതിൽ അതിലല്ല പോയിൻ്റ്. അല്ല, ഈ എക്സാമിന് വേണ്ടി മാർക്ക് മേടിക്കുക പോയിൻ്റ്. നിങ്ങൾ ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ചാപ്റ്റർ പ്രോപ്പറായിട്ട് പഠിക്കുക. ഓക്കെ, കോൺസെപ്റ്റിലെ ചാപ്റ്റർ പ്രോപ്പറായി പഠിക്കും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ 12 ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല, 8 ചാപ്റ്റർ പഠിക്കണം. 8 ചാപ്റ്റർ ഫുൾ കട്ടയ്ക്ക് പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് 8 ചാപ്റ്റർ ഉടായ്പ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഇനി ഈ 80% ചാപ്റ്ററുള്ള ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ മോഡൽ എക്സാം നിങ്ങൾക്ക് കഷ്ടിച്ച് സമയമുള്ളൂ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനൽ എക്സാം. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സമയം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. 1-2 ചാപ്റ്റർ ഇനിയും പഠിക്കേണ്ട, 14 ചാപ്റ്റർ 2 ചാപ്റ്റർ ബാക്കിയുണ്ട്, അത് പഠിക്കാനുള്ള സമയമുള്ളൂ ഇവിടെ.
അപ്പോൾ ആ ചാപ്റ്ററിനുള്ള സമയം പ്ലസ് ഒരു റിവിഷനുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പം നിങ്ങൾ ഉടായിപ്പായിട്ട് പഠിച്ചാൽ 12 ചാപ്റ്റർ ഉടായിപ്പായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അതിന് പ്രോപ്പറായി പഠിക്കാനുള്ള സമയമില്ല. ഡിസംബർ നിങ്ങൾ വെക്കേഷൻ ആഘോഷിക്കാൻ പോകും, കുറേ ദിവസം അങ്ങനെ പോകും. അതുകൊണ്ട് ജാനുവരി പടപടയാന്ന് പോകും. പിന്നെ മോഡൽ എക്സാം, ഫൈനൽ എക്സാം, പിന്നെ ചാൻസ് കിട്ടുമല്ലോ. നിങ്ങളുടെ 520 കിട്ടാനുള്ള ചാൻസ് പോയി, A+ കിട്ടാനുള്ള ചാൻസ് പോയി. സോ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ചാപ്റ്റർ പ്രോപ്പർ കോൺസെപ്റ്റും പ്രോപ്പർ ചാപ്റ്ററും മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക. ഓക്കെ, കാരണം നിങ്ങളിപ്പോൾ +1 മാത്സിന് ടൈം ടേബിൾ അല്ല, നിങ്ങളുടെ വെയിറ്റേജ് എടുത്ത് നോക്കിയാൽ കാണാം ഏകദേശം എല്ലാ ചാപ്റ്ററിനും മീഡിയം വെയിറ്റേജ് ആടോ. ഇപ്പോൾ ഫിസിക്സിലൊക്കെ ചില ചാപ്റ്റേഴ്സ് വെയിറ്റേജ് കൂടുതലും കുറവുണ്ട്, പക്ഷേ മാത്സിൽ എങ്ങനെയാണ്? മാത്സ് നോക്കിയേ, സെറ്റ്സ് 9 മാർക്ക്, 7, 4, 4 ഇത് മാത്രം. ബൈനോമിയത്തിൽ ഏറ്റവും സിമ്പിളസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് 3, ബാക്കിയുള്ളതിന് 7, 8, 9, 4, 10 വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ചാപ്റ്ററും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ഇതേപോലെ തന്നെ ഫൈനൽ എക്സാം പോയി നോക്കിക്കോ. ഫൈനൽ എക്സാം പോയി നിങ്ങൾ കാണും ഇവിടുത്തെ 2-3 ക്വസ്റ്റ്യൻ താഴെ എടുത്ത് വിതരണം ചെയ്തു, അതോടെ കഴിഞ്ഞു. സെയിം സംഭവം തന്നെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ക്രിസ്മസ് എക്സാം ഷുഡ് ബി യുവർ മോഡൽ എക്സാം. ഫൈനൽ എക്സാമിനുള്ള പ്രിപ്പറേഷൻ പോലെ നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യണം. ഉടായിപ്പല്ല, പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അതിനുള്ള ചാൻസാണ് നമ്മൾ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലൈവ് ഉണ്ട്, ഇന്ന് നിങ്ങൾക്ക് അടിപൊളി സ്റ്റഡി പ്ലാൻ പറഞ്ഞാൽ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിസ് ചെയ്യാതിരിക്കുക. എല്ലാവരും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വരും. ആരും പേടിക്കണ്ട. ഇത് നിങ്ങളൊന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും 7 മണിക്ക് സ്റ്റഡി പ്ലാനിന് വരിക. അതിൻ്റെ മാത്സ് നമ്മൾ കുറച്ച് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോരാതെ അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് പേടിയ സാർ എന്ത് ഞാൻ ചെയ്യാം, ആദ്യം മുതലൊന്ന് ഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഫ്രം സ്റ്റാർട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സംഭവം പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ലൈവ് ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ഉണ്ടാവും, എല്ലാ ചാപ്റ്റേഴ്സിനും 1 ഷോട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഓക്കെ എല്ലാം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ NCERT എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എല്ലാം PYQs, എല്ലാ NCERT ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ബാച്ചുണ്ട്. അതിനോട് ക്വസ്റ്റ്യൻ ബാങ്കും ഫ്രീ ആയിട്ട് കിട്ടും. ജോയിൻ ചെയ്യാൻ താല്പര്യം താഴത്തെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ജോയിൻ ചെയ്യാം. ഇനി സാർ എനിക്ക് അതിന് പൈസ കൊടുക്കാൻ താല്പര്യമില്ല, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി നിങ്ങൾ +2 നമ്മുടെ ഏതെങ്കിലും ബാച്ച് ജോയിൻ ചെയ്യാം. നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾ നീറ്റ് ആയിക്കോട്ടെ, JEE ബാച്ച് ആയിക്കോട്ടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ബാച്ചിൽ അഡ്മിഷൻ ഇപ്പോൾ എടുത്താൽ നിങ്ങൾക്ക് ഈ +1 ക്രാഷ് ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ കോൺടാക്ട് ചെയ്തോ. എനിവേസ് റിഗാർഡ്ലെസ് ഓഫ് ഓൾ ദാറ്റ് നമ്മൾ ക്രാഷ് ബാച്ച് ഡിസംബർ 23 സ്റ്റാർട്ട് ചെയ്യും. ഇനി അതൊന്നും അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് ലൈവിന് വരെ 7 മണിക്ക് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് വരിക. എന്നിട്ട് മാത്സ് പഠിക്കുക, സ്റ്റഡി പ്ലാൻ മനസ്സിലാക്കുക. നമ്മൾ ഫുൾ സെറ്റാകും, ക്രിസ്മസ് എക്സാം സെറ്റാകും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും ഇന്നത്തെ മാത്സിലെ. സോ സീ യു ടുഡേ at 7 PM. All the best, മക്കളെ.